എൻ്റെ നിലമ്പൂരിൻ്റെ മണ്ണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഒരേ ആഗ്രഹം, ഒരേ വികാരം, ഒരേ ജീവിതം. യു വാച്ചിങ് ശ്യാംദാസ് ക്ലാസ് ചെയ്യൂ. ഇന്ന് നമ്മൾ 3-4 സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. നിലമ്പൂരിൽ തന്നെ കണ്ടവരുണ്ടാവാം, കാണാത്തവരുണ്ടാവും. അതായത് നിലമ്പൂരിൽ വരുന്നവർ സാധാരണ വരുന്ന സ്ഥലങ്ങളാണ് കനോളി പ്ലോട്ട്, തേക്ക് മ്യൂസിയം, കോവിലകം, അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങൾ, ആട്യമ്പാറ വാട്ടർഫോൾസ്, കക്കാടംപൊയിൽ, കുരിശുപാറ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. അതിനപ്പുറത്തേക്ക് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ ഒരു പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ കക്കാടംപൊയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് പ്രകൃതിരമണീയമായുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ കാണാൻ സാധിക്കും. അപ്പുറം ഇപ്പുറമായിട്ട് പലതരത്തിലുള്ള കൃഷികളാണ് ഇവിടെ. ഇപ്പോഴും പലതരം കൃഷികളാണ് പല ഭാഗത്തും കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് അതായത് വീടുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, കടകളും കുറവാണ്, വീടുകളും കുറവാണ്. ഇപ്പുറത്ത് കാണുന്നത് കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. എന്തായാലും അതിമനോഹരമായ പ്രതിഭാസങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എൻ്റെ നിലമ്പൂരിലേക്ക് വരുന്നവർക്ക് നല്ല കാഴ്ചകൾ പങ്കുവെക്കാൻ എനിക്ക് കഴിയണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ നിലമ്പൂരിൻ്റെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ നിലമ്പൂരിൻ്റെ വാക്കിംഗ് സീരീസ് ആണ് തുടങ്ങിയത്. എന്നാൽ പോലും നമുക്ക് എത്തിപ്പെടാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വാഹനം എടുക്കേണ്ടി വരും. അത് നമ്മൾ പെട്രോളോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ കാഴ്ചകൾ വെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചധികം ദൂരം പോകാനുണ്ട്. ഇനി നമുക്ക് അവിടെ ഇനി പോകുന്ന വഴിക്കൊരു വളവുണ്ട്, വളവ് എന്ന് പറയും. ആ വളവ് കാണിക്കാനാണ് ആദ്യം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന നമ്മൾ കക്കാടംപൊയിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ വളവ് എന്ന് പറയുന്നത്. അവിടെ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നല്ല വ്യൂ പോയിന്റ് ആണ്. ആ ഒരു വളവ് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വളവാണ്. കഴിഞ്ഞ ഒരു ഫാമിലി ആയിട്ട് പോയ സമയത്ത് അവിടെ പൊട്ടൊക്കെ ഉണ്ടായിരുന്നു വളവിൻ്റെ അവിടെ. നിങ്ങളിപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കവുങ്ങുകളുടെ ഒരു തോട്ടം, അല്ലെങ്കിൽ കവുങ്ങുകളുടെ തോട്ടത്തിൻ്റെ നടുക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡൊന്നുമല്ല, റോഡിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരുപാട് കവുങ്ങ് തൈകൾ നിൽക്കുന്നുണ്ട്. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ കാണുന്നത്. ഇപ്പോൾ കവുങ്ങിനൊക്കെ നല്ല വില കേട്ടോ. അതായത് കവുങ്ങിൻ്റെ അടക്കക്ക് നല്ല വിലയാണ്. ഫസ്റ്റ് ക്വാളിറ്റിക്ക് നല്ല റേറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്തായാലും വേറൊരു വൈബ് തന്നെ കേട്ടോ. ഒറ്റയ്ക്ക് പോകുന്നതിനായിട്ട് നല്ല കൂട്ടുകാരെ കൂട്ടി പോവുക എന്നായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് കുറച്ചുകൂടി ചില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. തണുപ്പുണ്ട് അത്യാവശ്യത്തിന്. ഒന്നാമത് നമ്മൾ ഹൈ റേഞ്ചിലേക്കാണ് പോകുന്നത്. ആ ഹൈ റേഞ്ചിൽ പോകുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. പിന്നെ നമ്മുടെ ചെവിയൊക്കെ ഇട്ട് അടിയും. വേറെ ലെവലും വൈബാണ്. പറയേണ്ട ആവശ്യമില്ല. അപ്പുറമൊക്കെ നോക്കിയേ, എന്താ അല്ലേ. അപ്പോൾ കാടിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണല്ലേ നമ്മളെ റൈറ്റ് സൈഡിൽ കാണുന്നത് മലയാണ്. അവിടെ ഉണ്ടല്ലേ. ഈ ഒരു പ്രതിഭാസം കാണിക്കാനൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ തന്നെ കൃഷി പോലത്തെ എന്തൊക്കെയോ ഉണ്ട്. അടിപൊളിയല്ലേ. ഇനി നമ്മൾ ആ ഒരു കാണുന്ന കാടുണ്ടല്ലോ, ആ ഫോറസ്റ്റിൻ്റെ അപ്പുറത്താണ്, കുറേ ദൂരത്താണ് ഈ ഒരു മല കാണുന്നത്. അവിടെ എൻ്റെ മേഘങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് കാണാം. മേഘങ്ങളാണോ സ്മോക്സ് കാണാവും. എന്നാലും നമ്മൾ കാടിനുള്ളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിട്ട് കണ്ടില്ലേ, അപ്പുറമായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് റയറായിട്ടുള്ള ഇത് കാണുന്നത്. പിന്നെ വാഴത്തോട്ടുണ്ട്. ഇങ്ങനെ പിന്നെ
റബ്ബർ തോട്ടമുണ്ട്. അങ്ങനെ കുറച്ച് എന്താ കൃഷിപരമായിട്ടുള്ള സംഭവം. ആ റോഡ് പോണത് തറമുറ്റോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. എന്തായാലും നമുക്ക് പോയി വെക്കാം. ഇവിടുന്ന് ജീപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു 9:30 ആ ഒരു ടൈം ആയി കാണും. നമ്മൾ ഏകദേശം ആ ഒരു ടൈമിൽ ഒരു 9 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു 9:30-10 മണി ആ സമയം ആയിട്ടുണ്ടാവും, എനിക്കറിയില്ല. എന്നാലും നമ്മളങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. മാപ്പാണെങ്കിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാപ്പും ഓണാക്കിയിട്ടില്ല. അതും വളരെയധികം എന്തായാലും പൊളിയാണ്. ആ ഒരു വൈബിൽ ആസ്വദിച്ച് ഞാൻ പോയി. ആ ഒരു ഉള്ളേരിയക്ക് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളേരിയ ഒന്നുമല്ല, നമ്മളെ നാടിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണല്ലോ പോകുന്നത്. പിന്നെ എനിക്കും കുറച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അറിയാനും ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇതുണ്ടല്ലേ ഇവിടെ ഒരു ഷോപ്പ് കിടക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ റയറായിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു കടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. കക്കാടംപൊയിലേക്ക് ഇപ്പോൾ KSRTC ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അത് പലതൊക്കെ വയ്യ. ഇവിടെ ഉണ്ടല്ലേ ചെറിയൊരു പെട്ടിക്കട. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാലത്തിൻ്റെ മുകളിൽ, ഇതൊരു പാലമാണ് കേട്ടോ. അങ്ങനെ നമ്മള് കോഴിപ്പാറ വഴിയിലോട്ട് പോകുന്ന വഴിക്കാണ്. അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പോകുന്ന വഴിക്കില്ലേ അതിമനോഹരമായ പ്രകൃതിരമണീയമായ സ്ഥലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്താ പറയാ, വേറെ ലെവല്. നമ്മളെ ആക്ച്വലി നടന്നു വരാന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ വന്നത്. നല്ല പൊളി കേട്ടോ, വേറെ ലെവലാണ്. ഓക്കെ, ഇപ്പൊ ഇതിനായിട്ട് നമ്മൾ സ്റ്റിക്ക് ഉപയോഗിക്കണമെല്ലാം വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഇനി എന്താ പറയാ വേറെ ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹൈ റേഞ്ചിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് വളവ് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ എന്താ പറയുക അങ്ങോട്ടുണ്ട്. അപ്പോൾ കോഴിപ്പാറ എന്ന സ്ഥലത്ത് അവിടെ എക്കോ ടൂറിസം ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ ചെയ്ത് വെക്കുക. പോലെന്നാ നമ്മളിപ്പോൾ റോഡിലാണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ പാടം, ഇതിലും മനോഹരമായ സ്ഥലങ്ങൾ വേറെ പറയാലോ. ഓക്കെ, നമുക്ക് ബാഗ് തോളിലായിരിക്കും മറ്റേന്താ വെച്ചില്ലേ. ഓക്കെ, ഗോ.
അപ്പോൾ നമ്മളങ്ങനെ എസ് വളവിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളെ എസ് വളവ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഡേഞ്ചറസ് ആണ്. പൊട്ടലൊക്കെ ഉണ്ടെങ്കിലേ നേരെ അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മൾ എസ് വളവിൽ നിന്ന് നല്ലൊരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ അവസാനിപ്പിച്ച് മടങ്ങാൻ നിൽക്കുകയാണ്. ഇനി പോകുന്നത് നമ്മൾ കക്കാടംപൊയിലോട്ടാണ്. അവിടുന്ന് നേരെ നമ്മൾ കോഴിപ്പാറയിലോട്ട് പോകും. അവിടുന്ന് ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കാഴ്ചകളാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും.